വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇതെന്താണെന്ന് പറഞ്ഞെങ്കിൽ തോഗരി പരിപ്പാണെന്നാണ് നമ്മളിവിടെ പറയുക. അപ്പോൾ ഈ പരിപ്പ് ഏതാണെന്ന് ചോദിച്ചെങ്കിൽ നമ്മൾ കറി വെക്കുന്ന പരിപ്പില്ലേ, പരിപ്പ് കറി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സിമ്പിളായിട്ട് കറി വെക്കുന്നില്ല എല്ലാ വീട്ടിലും. അതായത് ദാൽ, അതാണ് ഇത്. ഈ സാധനം കൊണ്ടാണ് നമ്മൾ ദാൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതും കൂടി ചപ്പും കൂടി ഇതാ ഉലുവ ചപ്പാണിത്. ഉലുവത്തിൻ്റെ ചപ്പും പിന്നെ ഇത് മറ്റേ സബസ്ക ചൊപ്പാണെന്ന് പറയുക, അതായത് മറ്റേ പെരുംജീരകത്തിൻ്റെ ചൊപ്പാണത്. അതും കൂടിയിട്ടിട്ട് നല്ല ഒരു അടിപൊളി കറിയാക്കാൻ പോകുന്നതാണ്. ഒരു നല്ല ആരോഗ്യമുള്ള ചൊപ്പാണ് കേട്ടോ ഈ പെരുംജീരകത്തിൻ്റെ ചൊപ്പ്, ഉലുവ ചൊപ്പൊക്കെ. അപ്പോൾ അങ്ങനത്തെ എല്ലാം ഇടയ്ക്കിടയ്ക്ക് കഴിക്കുന്നത് നല്ലതാണ്, തണുപ്പാണ് തടിക്ക്. അപ്പോൾ ഇവിടെ ഞാൻ അതിൻ്റെ കൂടെ കുറച്ച് ബീൻസ് ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ മസാല കുറച്ച് തേങ്ങ, ഒരു ഉള്ളിയും, എരിവനുസരിച്ച് പച്ചമുളകും, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, മഞ്ഞൾപ്പൊടി, ഒരു 2 കറാമ്പ് 2 പട്ട എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി മിക്സി ജാറിലിട്ടിട്ടൊന്ന് അരച്ചിട്ട് അവിടെ വെക്കാം. അപ്പോൾ ഞാൻ ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഒരു വലിയ ഉള്ളിയും ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് വേണം തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നന്നായിട്ടൊന്ന് വഴറ്റി വരുന്നവരെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ ഉലുവ ചൊപ്പ് കയ്പുള്ളതുകൊണ്ട് തക്കാളി കുറച്ച് കൂടുതൽ തന്നെ ഇടണം. നിങ്ങൾക്ക് വഴറ്റാൻ കുറേ തക്കാളി ആയി പോയെന്നുണ്ടെങ്കിൽ അരപ്പിൽ 2 തക്കാളിയും വഴറ്റാൻ 2 തക്കാളി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതങ്ങനെ വഴറ്റ് നല്ല ഉടഞ്ഞ് വന്നിട്ടുണ്ട് തക്കാളി. ഇനി ഇതിലേക്ക് മല്ലിച്ചപ്പ് ഇട്ട് കൊടുക്കുക കുറച്ച്. അപ്പോൾ അരിഞ്ഞ് വെച്ച പച്ചക്കറിയും ചപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട്, ഉപ്പ് വേണമെങ്കിൽ ഇപ്പോൾ ഇടാം, അല്ലെങ്കിൽ അരിപ്പിലേക്ക് നിങ്ങൾ അരിപ്പ് ഒഴിക്കുമ്പോൾ ഇട്ട് കൊടുത്തെങ്കിൽ മതി. എന്നിട്ട് ഒരു വിഷൽ വേണം വേവിച്ചെടുക്കാൻ. ഒരു വിഷലിൽ പച്ചക്കറിയൊക്കെ വെന്ത് കിട്ടും. അപ്പോൾ കുക്കറിലായതുകൊണ്ട് കുറച്ച് എളുപ്പത്തിലാവും, അതുകൊണ്ടാണ് കുക്കറിൽ വെക്കുന്നത്. അപ്പോൾ അതാ ഒരു വിഷലായിട്ടുണ്ട്. അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട്. ചൊപ്പ് ഇതാ കുറച്ചായിട്ടുള്ളൂ, നിറച്ചുണ്ട് അതിനിടുമ്പോൾ. വെന്തിട്ടാകുമ്പോൾ കുറച്ചേ ആവുള്ളൂ. അപ്പോൾ അതാ നല്ല വെന്ത് വന്നിട്ടുണ്ട് പച്ചക്കറി. ഇനി നമുക്ക് അരച്ച് വെച്ച അരപ്പൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നിറച്ചൊന്ന് തിളപ്പിച്ചെടുക്കുക. കുറേ നേരം ഒന്നും വേണ്ട, ഉപ്പിട്ടിട്ട് കുറച്ച് നിറച്ച് തിളച്ച് കിട്ടിയെങ്കിൽ മതി. അപ്പോൾ അതിന് നല്ല തിളച്ച് വന്നിട്ടുണ്ട്, നല്ലൊരു മണം, കറി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ടേസ്റ്റിയായ കറി പത്തിരിൻ്റെ കൂടെ ആയെങ്കിലും ചപ്പാത്തിൻ്റെ കൂടെ ആയെങ്കിലും ദോശൻ്റെ കൂടെ ആയെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാകും. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലെല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട.